സാധാരണ തൊഴിലാളികളുടെ താമസ സൗകര്യമുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മനുഷ്യാവകാശം ഉറപ്പുവരുത്താനായി ഖത്തറിൽ പുതിയ ഹാൻഡ്ബുക്ക് പുറത്തിറക്കിയതായ വാർത്ത പ്രാദേശിക പത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം മിഷേരിബ് ഏരിയയിലെ തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ വൈദ്യുതി വിച്ഛേദനം രണ്ടാം ദിവസവും തുടരുകയാണ്. മലയാളി കുടുംബങ്ങൾ ഉൾപ്പെടെ കുറഞ്ഞ വരുമാനക്കാരായ പ്രവാസികൾ താമസിക്കുന്ന മിഷേരിബ് ഏരിയയിലെ കെട്ടിടങ്ങൾ പലതും വളരെ പഴക്കം ചെന്നവയാണ്. ഖത്തറിലെ ജലവൈദ്യുത വിതരണ കമ്പനിയായ കഹ്റാമയുടെ പേരിലുള്ള നോട്ടീസുകളാണ് താമസ സ്ഥലങ്ങളിൽ പതിച്ചത്. കഴിഞ്ഞയാഴ്ചയാണ് വൈദ്യുതി വിച്ഛേദിക്കുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചതെന്ന് ഇവിടങ്ങളിലെ താമസക്കാർ പറഞ്ഞു. 7 days before notice देगा. Today Friday last date. Today cut. വികസന പ്രവർത്തനങ്ങൾക്കായി പ്രദേശത്തെ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്നതിന്റെ മുന്നോടിയായാണ് നടപടി. വൈദ്യുതി വിച്ഛേദിച്ചതോടെ ഭക്ഷണം പാകം ചെയ്യാൻ പോലുമാകാതെ പ്രയാസപ്പെടുകയാണ് താമസക്കാർ. 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മുന്നോടിയായുള്ള മുഖമിനുക്കലായാണ് നടപടി വിലയിരുത്തപ്പെടുന്നത്. പെട്ടെന്നുള്ള വൈദ്യുതി വിച്ഛേദനത്തിൽ പരാതിപ്പെടാനായി പ്രവാസികൾ കൂട്ടത്തോടെ അധികാരികൾക്ക് മുമ്പിലെത്തിയിരുന്നു. പ്രദേശത്തെ താമസക്കാരിൽ പലരും ഇതിനകം തന്നെ മറ്റു താമസ സ്ഥലങ്ങൾ അന്വേഷിക്കുന്നുമുണ്ട്. മിഷേരിബിലും അസ്മക്കിലുമായി താമസിക്കുന്ന 2500ഓളം കുറഞ്ഞ വേതനക്കാരായ പ്രവാസികളാണ് ഇപ്പോൾ ദുരിതത്തിലായത്. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ.